എല്ലാ കൂട്ടുകാർക്കും ട്യൂട്ടർ ലൈനിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാ? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ ആ ചാപ്റ്റർ നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നു ഞാൻ അല്ലെ. എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്? ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, വെലോസിറ്റി എന്താണ്, ആക്സിലറേഷൻ എന്താണ് അല്ലെ, കൈനമാറ്റിക് ഇക്വേഷൻസ് എങ്ങനെ ഡിറൈവ് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻസ് എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നു. എന്നാൽ അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു പാർട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ പാർട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറ്. മനസ്സിലായല്ലോ? എന്താണത്? ഗ്രാഫാണ് അല്ലെ. ഗ്രാഫുകൾ എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക? അപ്പൊ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കുന്നത് ഈ ചാപ്റ്ററിലേക്കുള്ള ഗ്രാഫ് മാത്രമല്ല നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കുന്നത്. ജനറൽ ആയിട്ട് ഏത് ചാപ്റ്ററിൽ ഗ്രാഫുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, ഇതിൽ നിന്ന് ഇപ്പോ വെലോസിറ്റി ടൈം ഗ്രാഫ് എടുത്താൽ അതിൽ നിന്ന് എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് കാണാം, അതിൽ നിന്ന് എങ്ങനെ ആക്സിലറേഷൻ കാണാം, അത് ഓരോന്നും നമുക്ക് അങ്ങനെ കാണാം. മനസ്സിലായല്ലോ? അപ്പൊ ഒരു ഗ്രാഫ് പഠിച്ചാൽ ഇത് മാത്രമല്ല, മറ്റൊരു ചാപ്റ്ററിൽ നമ്മൾ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എന്നുകൊണ്ട് മറ്റൊരു ഗ്രാഫ് വരും. അപ്പോഴും നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് എവിടുന്ന് കിട്ടും? ഈ ചാപ്റ്ററിൽ ഈ പറയുന്ന ഭാഗത്ത് നിന്ന് കിട്ടും. യൂണിഫോം ആക്സിലറേഷന്റെ ഗ്രാഫ് വരയ്ക്കുക, യൂണിഫോം ആക്സിലറേഷന്റെ എന്താണ് പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുക, യൂണിഫോം ആക്സിലറേഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുക, ബോഡീസ് അറ്റ് റെസ്റ്റ് ഒരു ഗ്രാഫ് വരയ്ക്കുക, പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുക, അങ്ങനെ യൂണിഫോം വെലോസിറ്റി കാണിക്കുന്ന വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുക, യൂണിഫോം ആക്സിലറേഷൻ കാണിക്കുന്ന വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുക. അങ്ങനെ എന്തുമായി ബന്ധപ്പെട്ട് ഒരു ബോൾ മേലെ നിന്ന് താഴേക്ക് വീഴാണ്. അപ്പൊ താഴേക്ക് വീണ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും താഴെ വീഴും, താഴെ നിന്ന് ബൗൺസ് ചെയ്യും അല്ലെ. അതിന്റെ ഗ്രാഫ് വരയ്ക്കുക. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. പ്രീവിയസ് ഇയേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണത്? 2.5-3 മാർക്കിന്റെ ചോദ്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഏതാണ്? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊക്കെ ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ കൈനമാറ്റിക് ഇക്വേഷൻസ്? V = U + AT, S = UT + ½ AT², V² = U² + 2AS. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു 3 മാർക്കിന്റെ ചോദ്യം, 2.5 മാർക്ക് മിനിമം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. എന്തിനാ? പബ്ലിക് എക്സാമിന്. ഇന്നത്തെ ഈ ഒരൊറ്റ ക്ലാസ് നിങ്ങൾക്ക് 2.5 to 3 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് എന്തിനു കിട്ടിയിരിക്കും? പബ്ലിക് എക്സാമിന് കിട്ടിയിരിക്കും. കാരണം ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഗ്രാഫിൽ നിന്ന് ഡെറൈവ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ ഗ്രാഫിന് ഡെറൈവ് ചെയ്യാൻ എന്തായാലും ചോദിക്കും. ഒന്ന്. ഓക്കെ, മറ്റൊന്ന് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? ഒരു ബോൾ താഴെ വീണ് ബൗൺസ് ചെയ്യുന്നതിന്റെ എന്ത് വരയ്ക്കാൻ? ഒരു ഗ്രാഫ് വരയ്ക്കാൻ, പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കും. മനസ്സിലായോ? ഇനി ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ, ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ. ഇത്തരം ചോദ്യങ്ങളൊക്കെ ഇതിൽ വരും. സോ ഇതിന് വളരെ ബേസിക് ആയിട്ടുള്ള വളരെ കുറച്ച് കാര്യം മാത്രം പഠിച്ചാൽ മതി. ബാക്കിയുള്ളത് നമ്മൾ ലോജിക്കലി നോക്കി മനസ്സിലാക്കി ചെയ്യേണ്ടത് മാത്രമാണ്. നമ്മൾ മനസ്സിരുത്തി പഠിക്കേണ്ട വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ഗ്രാഫിനെ സംബന്ധിച്ച്. അതാണ് ആദ്യം പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് 3 ഗ്രാഫുകളാണ്. ഏതൊക്കെയാണത്? ഒന്ന് പൊസിഷൻ ടൈം ഗ്രാഫ്, മറ്റൊന്ന് വെലോസിറ്റി ടൈം ഗ്രാഫ്, റൈറ്റ്, മറ്റൊന്ന് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഈ 3 ഗ്രാഫാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്, റൈറ്റ്. സോ പൊസിഷൻ ടൈം ഗ്രാഫ് ആകുമ്പോൾ ടൈം ഒക്കത്തിന് നമുക്ക് എക്സ് ആക്സിലറേഷൻ കൊടുത്താൽ വളരെ സിമ്പിൾ ആയി. സോ എന്തായി? പൊസിഷൻ ടൈം ഗ്രാഫ്, XT ഗ്രാഫ് അല്ലെ. ഇനിയോ ടൈം, വെലോസിറ്റി ടൈം ഗ്രാഫ്. അടുത്തതോ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. സോ എന്താണ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ? പൊസിഷൻ Y ആക്സിലും ടൈം X ആക്സിലും എടുത്ത് വരയ്ക്കുന്ന ഒരു ഗ്രാഫ്, അതിനെയാണ് നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. വെലോസിറ്റി Y ആക്സിലും ടൈം X ആക്സിലും എടുത്ത് വരയ്ക്കുന്ന ഒരു ഗ്രാഫ്, അതിനെയാണ് നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. ആക്സിലറേഷൻ Y ആക്സിലും ടൈം X ആക്സിലും എടുത്ത് വരയ്ക്കുന്ന ഒരു ഗ്രാഫ്, അതിനെയാണ് നമ്മൾ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ് അല്ലെ. ഇനി ഒരു ഗ്രാഫിൽ നിന്ന് ആകെ 3 കാര്യങ്ങളെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണം പറയാം. നമുക്ക് ഇതിന് രണ്ടിനെയും കൂടി മിഡിൽ ആയിട്ട് ഒരു ഗ്രാഫ് എടുക്കാം. അതായത് വെലോസിറ്റി ടൈം ഗ്രാഫ്. കാരണം ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതും കൂടി ഇതിന്റെ കാരണം. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രാഫ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ ബാക്കി ഏത് ഗ്രാഫ് വന്നാലും ഏത് ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെ കിട്ടും. ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? ദ യൂസ് ഓഫ് എ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. യൂസസ് ഓഫ് എ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ യൂസുകൾ എന്തൊക്കെയാണ് നോക്കൂ.
ടൈം പോകുന്നതിനനുസരിച്ച് എന്തുണ്ട്, വെലോസിറ്റി മാറുന്നുണ്ട്, റൈറ്റ്? സോ ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള വെലോസിറ്റി നോക്കിയാൽ നമുക്ക് കിട്ടും. ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള വെലോസിറ്റി നോക്കിയാൽ കിട്ടും. വേണമെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് ഗ്രാഫിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടും പറയാം. ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയുള്ള ടൈം നോക്കിയാൽ നമുക്ക് കിട്ടും, തിരിച്ചും പറയാൻ വേണമെങ്കിൽ. ഓക്കെ, മറ്റൊരു കാര്യം ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ്, 10ാം ക്ലാസ്സിൽ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. കോർഡിനേറ്റ്സ്, ഓക്കെ, ആ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് എന്താണ്, സ്ലോപ്പ്. ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് എന്ന് പറഞ്ഞാല് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ചുരുക്കി പറഞ്ഞാൽ സ്ലോപ്പ് എത്രയേ ഉള്ളൂ, y ആക്സിലുള്ള ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ x ആക്സിലുള്ള ക്വാണ്ടിറ്റി. ഇതിൽ സ്ലോപ്പ് എന്താണ് നോക്കിയിട്ട് പറയൂ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y ആക്സിലുള്ള ക്വാണ്ടിറ്റി y ഡിവൈഡഡ് ബൈ x ആക്സിലുള്ള ക്വാണ്ടിറ്റി x ആക്സിലുള്ള ക്വാണ്ടിറ്റി y ബൈ x എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വരിക, വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സിലറേഷൻ ആണ്. സോ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും, ആക്സിലറേഷൻ കിട്ടും. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പൊ ഒരേ ഒരു പോയിന്റ്, രണ്ട് പോയിന്റ് പറഞ്ഞു. എന്താണ്, ഗ്രാഫിൽ നിന്ന് എന്ത് കിട്ടും, ഇവ തമ്മിലുള്ള ഒരു റിലേഷൻ കിട്ടും. വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ഒരു റിലേഷൻ കിട്ടും. പർട്ടിക്കുലർ ടൈമിലുള്ള വെലോസിറ്റി കാണാൻ പറ്റും, പർട്ടിക്കുലർ വെലോസിറ്റിയുള്ള ടൈം കാണാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ പറ്റും. കൂടാതെ എന്താണ് രണ്ടാമത്തെ പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ് എന്താണ്, വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഇന്ന് കിട്ടും, അല്ലെ? വെലോസിറ്റി കൂടുമ്പോൾ ടൈം കൂടുണ്ടോ, ടൈം കൂടുമ്പോൾ വെലോസിറ്റി കൂടി വരുന്നുണ്ടോ, ടൈം കുറയുമ്പോൾ വെലോസിറ്റി കുറയുന്നുണ്ടോ, അല്ല ഒരേ വെലോസിറ്റിയിലാണോ പോകുന്നത്? ഇതാണ് വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ കിട്ടും. മറ്റൊന്ന് എന്താണ്, സ്ലോപ്പ് കാണാം. സ്ലോപ്പ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും, y ആക്സിലെ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ x ആക്സിലെ ക്വാണ്ടിറ്റി കിട്ടും, വെലോസിറ്റി ബൈ ടൈം കിട്ടും. ദാറ്റ് മീൻസ് ആക്സിലറേഷൻ കിട്ടും, റൈറ്റ്? ദെൻ ഒരു പോയിന്റും കൂടി, മൂന്ന് കാര്യങ്ങൾ ഒരു ഗ്രാഫിൽ നിന്ന് കാണാൻ പറ്റുള്ളൂ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഒന്നാമത് തമ്മിലുള്ള റിലേഷൻ, മറ്റൊന്ന് അതിന്റെ സ്ലോപ്പ്, മൂന്നാമത്തെ കാര്യം ഏരിയ. എന്തിന്റെ ഏരിയ? ഇതല്ലേ ഗ്രാഫ്. അപ്പൊ ആ ഗ്രാഫ് താഴത്തെ x ആക്സിലേക്ക് കൊടുക്കുന്ന ഈ ടോട്ടൽ ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ടോട്ടൽ ഏരിയ കണ്ടാൽ y ആക്സിലുള്ള ക്വാണ്ടിറ്റി ഇൻറ്റു x ആക്സിലുള്ള ക്വാണ്ടിറ്റി കിട്ടും. y ആക്സിലുള്ള ക്വാണ്ടിറ്റി ഇൻറ്റു x ആക്സിലുള്ള ക്വാണ്ടിറ്റി. ദാറ്റ് മീൻസ് ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? y ഇൻറ്റു x കിട്ടും. y ഇൻറ്റു x. ഓക്കെ, y ആക്സിലുള്ള ക്വാണ്ടിറ്റി ഇൻറ്റു x. ക്യാപിറ്റൽ ലെറ്റർ അല്ലേ നമ്മൾ സാധാരണ ആക്സിസിന് കൊടുക്കാറ്, അപ്പൊ അങ്ങനെ തന്നെ നോക്കാം അല്ലേ? ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ, ഫൈൻ. സോ y ഇൻറ്റു x കിട്ടും. y ആക്സിലുള്ള ക്വാണ്ടിറ്റി എന്താ മക്കളെ നോക്കിയിട്ട് പറയൂ. y ആക്സിലുള്ള ക്വാണ്ടിറ്റി വെലോസിറ്റി ആണ്. വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഇതിന്റെ ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഇതൊന്ന് വളഞ്ഞു പോയെങ്കിൽ ഒന്ന് ശരിയാക്കി വരയ്ക്കാട്ടോ. ഞാൻ ഇവിടുന്ന് കാണുമ്പോൾ വളഞ്ഞതായിട്ട് പെട്ടെന്ന് തോന്നിയോണ്ടാണ് ഞാൻ നേരെ. ഓക്കെ, ഫൈൻ. സോ ഇത്രയേ ഉള്ളൂ സംഭവം. വെലോസിറ്റി ഇൻറ്റു ടൈം കിട്ടും. y ആക്സിലുള്ള ക്വാണ്ടിറ്റി ഇൻറ്റു x ആക്സിലുള്ള ക്വാണ്ടിറ്റി. വെലോസിറ്റി ഇൻറ്റു ടൈം. സെയിം തന്നെ കേട്ടോ ഇതിന്റെയും കേസ്. ഇതൊരു ഗ്രാഫാണ്, ഇത് ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ് അല്ലെ? ആക്സിലറേഷൻ ടൈം ഗ്രാഫ് നമുക്ക് എന്തൊക്കെ കിട്ടും? ആക്സിലറേഷനും ടൈമും തമ്മിലുള്ള റിലേഷൻ കിട്ടും. ഓക്കെ, ദെൻ ഇതിന് സ്ലോപ്പ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? y ബൈ x കിട്ടും. ആക്സിലറേഷൻ ബൈ ടൈം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, എന്ന് പറയാ ജർക്ക് എന്നാണ്. എന്താ പറയാ? ജർക്ക്. പഠിച്ചിട്ടില്ല മുമ്പ്. ഓക്കെ, ശരി, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ആക്സിലറേഷൻ ബൈ ടൈം എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി കിട്ടും. എന്ത് കണ്ടാല്? ഇതിന്റെ സ്ലോപ്പ് കണ്ടാല്. ഇതിന്റെ താഴേക്കുള്ള ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ ഇൻറ്റു ടൈം കിട്ടും. y ഇൻറ്റു x. ആക്സിലറേഷൻ ഇൻറ്റു ടൈം കിട്ടും. ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്താ? വെലോസിറ്റി കിട്ടും. ഏതൊരു ഗ്രാഫ് കൺസിഡർ ചെയ്താലും അതന്നെ സ്ഥിതി. ഏതൊരു ഗ്രാഫ്, ഇതിന്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് എന്താ കിട്ടുക? നിങ്ങൾ പറയൂ. ഇതിന്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് എന്താ കിട്ടുക? പൊസിഷനിലുള്ള വ്യത്യാസം. എന്താ? ഇതിന് x1 വിളിക്കാം. ഈ ഫസ്റ്റ് പോയിന്റ് x1 ആണ്, അവസാനത്തെ പോയിന്റ് x2 എടുത്താൽ x2 മൈനസ് x1 ആണ് ഈ വരച്ചിട്ടുള്ളത്. അപ്പൊ x2 മൈനസ് x1 എന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം x ബൈ ടി. സ്ലോപ്പ് കണ്ടാൽ x ബൈ ടി കിട്ടും. x ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക? x ബൈ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി കിട്ടും. ആക്ച്വലി ഇത് x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1 തന്നെയാണ്. ഇവിടെ ആണെങ്കിലും എന്താണ്? v2 മൈനസ് v1 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1 തന്നെയാണ്. ഇവിടെയാണെങ്കിലും a2 മൈനസ് a1 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1 തന്നെയാണ്. പറഞ്ഞത് മനസ്സിലായല്ലോ? ഏതാണ്? v1 തുടങ്ങുന്ന പോയിന്റ് v1, അവസാനിക്കുന്ന പോയിന്റ് v2. തുടങ്ങുന്ന ആക്സിലറേഷൻ a1, അവസാനിക്കുന്ന പോയിന്റ് a2. തുടങ്ങുന്ന പോയിന്റ് x1, അവസാനിക്കുന്ന പോയിന്റ് x2. കോർഡിനേറ്റ്സ് പഠിച്ചാണ് അല്ലെ? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ആക്സിസ് വെച്ചിട്ടാണ് പറഞ്ഞതാണ്. ഇത്രയേ ഉള്ളൂ ഗ്രാഫിനെ പറ്റി പഠിക്കാൻ. ഇത്രയും കാര്യം കൃത്യമായി മനസ്സിലാവുന്ന ഒരു കുട്ടിക്ക് ഏത് തരം ഗ്രാഫ് ചോദിച്ചാലും എഴുതാൻ പറ്റും. മനസ്സിലായോ? നാളെ ഒരു സമയത്ത് നമുക്ക് എവിടെ വർക്ക് എനർജി പവർ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാനുണ്ട്. അവിടെ നമുക്ക് ഫോഴ്സ്
ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഉണ്ട്, ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. സോ അവിടെ ചോദിക്കും അങ്ങനെ ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എന്ന് ചോദിക്കും, ഈ ഏരിയ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കും. ഈ ഏരിയ എന്തിനെ സൂചിപ്പിക്കുന്നത്? y ആക്സിലുള്ള ക്വാണ്ടിറ്റി ഇൻറ്റു x ആക്സിലുള്ള ക്വാണ്ടിറ്റിയാണ്, അഥവാ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് മറ്റൊന്നുമല്ല, നിങ്ങൾ പഠിച്ചതാണ്, ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ്, വർക്ക് ഡൺ ആണ്, വർക്കാണ്. സോ ഈ ഏരിയ എന്തിനെ സൂചിപ്പിക്കുന്നത്? വർക്കിനെയാണ്. എന്തിനാ ഇപ്പൊ ഇവിടെ പറഞ്ഞത്? മറ്റൊന്നിനുമല്ല, ഗ്രാഫുകളൊക്കെ സെയിം തന്നെയാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പഠിക്കുക, ഉറപ്പിച്ചു വെക്കുക, മനസ്സിലായല്ലോ? അപ്പൊ ഏത് ഗ്രാഫ് തന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ. സോ ഇത് പ്ലസ് ടുവിലും ചോദിക്കും. പ്ലസ് ടുവിൽ നമ്മൾ എന്താ പറയുക, കപ്പാസിറ്ററിന്റെ കേസിലും ഗ്രാഫ് വരച്ചിട്ട് ചോദിക്കുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് ഒക്കെ എല്ലായിടത്തും നമുക്ക് ഇത് ആവശ്യമായിട്ട് വരും. അപ്പൊ ഗ്രാഫിനെ പറ്റി പഠിക്കാൻ മൂന്ന് കാര്യങ്ങൾ എന്താണ്? ഒരു ഗ്രാഫിൽ നിന്ന് ആകെ 3 കാര്യങ്ങളെ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം അവ തമ്മിലുള്ള റിലേഷൻ കണ്ടെത്താൻ പറ്റും. 2 അതിന്റെ സ്ലോപ്പ് കാണാൻ പറ്റും. സ്ലോപ്പ് കണ്ടാൽ എന്താ കിട്ടുക? y ആക്സിലുള്ള ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ x ആക്സിലുള്ള ക്വാണ്ടിറ്റി കിട്ടും. പിന്നെ മൂന്നാമത് ഏരിയ കണ്ടെത്താൻ പറ്റും. ഏരിയ കണ്ടെത്താൻ എന്താ കിട്ടുക? y ആക്സിലുള്ള ക്വാണ്ടിറ്റി ഇൻറ്റു x ആക്സിലുള്ള ക്വാണ്ടിറ്റി കിട്ടും. ആർക്കെങ്കിലും ഇത് സംശയം ഉണ്ടോ? ഏരിയ കണ്ടപ്പോൾ y ഇൻറ്റു x എഴുതി, വെലോസിറ്റി ഇൻറ്റു ടൈം ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് സംശയം ഉണ്ടോ? ഉണ്ടാവാൻ ഒരിക്കലും വഴിയില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് നമ്മൾ പഠിച്ചിട്ടില്ലേ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? സോ ഈ വെലോസിറ്റി ഇൻറ്റു ടൈം എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ആവില്ലേ? അത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇനി അറിയില്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് മറച്ചു നോക്കിയാൽ ബാക്കിലേക്ക് അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഒന്നും കൂടി എടുത്തിട്ട് കണ്ടാൽ മതി. ക്ലിയർ ആണല്ലോ? മറന്നു പോകരുത്, ബേസ് ഉണ്ടാവണം. അതിനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ ചാപ്റ്ററിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ ഗ്രാഫിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ശരി, ഇനി നമുക്ക് പറയാനുള്ളത് ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്ക് എത്താം. ഓക്കെ, എങ്ങനെ കാണാൻ നോക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്ക് എത്താം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, കണ്ടോളൂ. ഈ ഗ്രാഫുകളൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ്. ഈ ഗ്രാഫുകളൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ ഗ്രാഫുകളൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു? ഇത് ഇങ്ങനെ വരയ്ക്കുന്നത് ഇങ്ങനെ കൺഫ്യൂഷൻ വരരുത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതൊരു ഗ്രാഫാണ്, ഇത് മറ്റൊരു ഗ്രാഫാണ്. നിങ്ങൾ കൺഫ്യൂസിങ് ആവുന്ന ഒരു ഭാഗമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വരയ്ക്കുന്നത്. ശ്രദ്ധിക്കാം. ഈ 2 കാര്യങ്ങളും, ഈ 2 ഗ്രാഫും, ഓക്കെ, ഈ 2 ഗ്രാഫും മീൻ ചെയ്യുന്ന 2 കാര്യങ്ങളെയാണ്. എന്തൊക്കെയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇതൊരു പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്, അതിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്, അതിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ഗ്രാഫ് എന്ത് മീൻ ചെയ്യുന്നു? വെലോസിറ്റി. ഈ ഗ്രാഫില് ഇവിടെയുള്ള വെലോസിറ്റി എന്താണോ അതേ വെലോസിറ്റിയാണ്. ടൈം ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് ബാക്കി എല്ലാ പോയിന്റിലും ഇവിടെ അതേ വെലോസിറ്റിയാണ്, ഇവിടെ അതേ വെലോസിറ്റിയാണ്, ഇവിടെ അതേ വെലോസിറ്റിയാണ്, ഒരേ വെലോസിറ്റിയാണെന്നല്ലേ അർത്ഥം. ദാറ്റ് മീൻസ് ഇത് യൂണിഫോം വെലോസിറ്റിനെയല്ലേ സൂചിപ്പിക്കുന്നത്. ഇത് യൂണിഫോം വെലോസിറ്റിനെയല്ലേ സൂചിപ്പിക്കുന്നത്, റൈറ്റ്? ഇനി നോക്കൂ, ഇതിൽ നോക്കൂ. ഇതിലാണെങ്കിൽ എന്താണ്? എക്സ് ആണ് ഒരേ വാല്യൂ. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസിഷൻ ആണ്. പൊസിഷൻ ആണ് ഒരേ പൊസിഷൻ. ടൈം ഇങ്ങനെ മാറുന്നുണ്ട്, പക്ഷെ എക്സിന്റെ വാല്യൂ, പൊസിഷൻ ഒരേ സ്ഥലത്ത് തന്നെയാണ്. ദാറ്റ് മീൻസ് ആ ബോഡി മൂവ് ചെയ്യുന്നില്ല. ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. ബോഡി ഈസ് അറ്റ് റെസ്റ്റ് അല്ലേ? നോക്കൂ, സ്റ്റാർട്ട് ചെയ്ത അതേ പൊസിഷനിൽ, എക്സ് എന്ന് പറഞ്ഞ പൊസിഷനിൽ തന്നെയാണ്. ഇങ്ങനെ സമയം കുറെ കഴിഞ്ഞ് നോക്കുമ്പോഴും അതേ പോലെ തന്നെയാണ് ഇരിക്കുന്നത്, എക്സ് തന്നെയാണ്. അപ്പൊ വര അങ്ങനെ നീ സ്ട്രെയിറ്റ് പോയിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കണ്ട. പൊസിഷൻ ഒരേ പൊസിഷൻ ആണെന്ന് കാണിക്കുന്ന ഗ്രാഫാണ്, റൈറ്റ്? എളുപ്പല്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം. സോ ഇത് വളരെ കൺഫ്യൂസിംഗ് ആണ്. സാധാരണ ഇതിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ കണ്ട ഒറ്റയടിക്ക് എല്ലാവരും എഴുതി വയ്ക്കും ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്ത് വൈ ആക്സിസിൽ എന്താ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. വൈ ആക്സിൽ പൊസിഷൻ ആണെങ്കിൽ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് തന്നെയാണ്, ശരിയാണ്. എന്നാൽ അവിടെ വെലോസിറ്റി ആണെങ്കിൽ അത് എന്തായിരിക്കും? യൂണിഫോം വെലോസിറ്റി ആണ്. എന്നാൽ തന്നെ ഒരു ആക്സിലറേഷൻ ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിലോ, അപ്പോൾ ഇത് യൂണിഫോം ആക്സിലറേഷൻ ആണെന്നാണ്. ടൈം ഇങ്ങനെ മാറുന്നുണ്ട്, പക്ഷെ ഒരേ ആക്സിലറേഷൻ ആണ്, യൂണിഫോം ആക്സിലറേഷൻ. മനസ്സിലായോ? ഇനി ഇതെന്താണ് മീൻ ചെയ്യുന്നത്? ഇതെന്താണ്? ഇനി അടുത്ത ഗ്രാഫുകളിലേക്ക് വരാം. ശ്രദ്ധിച്ചോളൂ, ഓരോ ഗ്രാഫുകളും എന്ത് മീൻ ചെയ്യുന്നു എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഈ വ്യത്യാസം ഒരേപോലെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ,
ഇത് പൊസിഷൻ ടൈം ഗ്രാഫ്, ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ ഫൈൻ. സോ രണ്ടും ഒരേ സ്ട്രേറ്റ് ലൈൻസ് തന്നെയാണ്, ചരിച്ചു വരച്ചിട്ടുള്ള നേർരേഖകൾ, ഇത്രയേ ഉള്ളൂ. റൈറ്റ്. അപ്പൊ പറയൂ, ഇത് രണ്ടും രണ്ട് മീനിങ് ആണ്. പൊസിഷൻ ടൈം ഗ്രാഫ്, ടൈം ഇങ്ങനെ മാറുന്നുണ്ട്, അതിനനുസരിച്ച് പൊസിഷനും ഒരേ അളവിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് അതെന്തായിരിക്കും അതിന്റെ അർത്ഥം? ഇത് പോസിറ്റീവ് വെലോസിറ്റി ഉള്ള യൂണിഫോം വെലോസിറ്റി മോഷൻ, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി മോഷൻ എന്നോ പോസിറ്റീവ് വെലോസിറ്റി മോഷൻ എന്നോ പറയാം. പോസിറ്റീവ് വെലോസിറ്റിയാണ്, മാരകി പോസിറ്റീവ് വെലോസിറ്റിയാണ്. എന്നാൽ ഇതെന്തായിരിക്കും? നിങ്ങൾ പറയാം, ടൈം ഇങ്ങനെ മാറുന്നുണ്ട്, അതിനനുസരിച്ച് ഒരേ അളവിൽ എന്ത് മാറുന്നുണ്ട്? വെലോസിറ്റിയും മാറുന്നുണ്ട്. വെലോസിറ്റി ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ടൈം കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റിയും കൂടി വരുന്നുണ്ട് ഒരേ അളവിൽ. മനസ്സിലായില്ലേ? ഇറ്റ് മീൻസ് നമുക്ക് എങ്ങനെ പറയാം? വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ടൈം എന്ന് പറയാം. വി ഈസ് പ്രൊപ്പോർഷണൽ ടു ടി. ഇവിടെ അങ്ങനെ തന്നെ പറയാം. മനസ്സിലായോ? സോ വി ഈസ് പ്രൊപ്പോർഷണൽ ടു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതൊരു എന്താണ്? വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് ടൈം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ യൂണിഫോം ആക്സലറേഷൻ ആണ്. യൂണിഫോം ആക്സലറേഷൻ അല്ലെ? ഒരേ ആക്സലറേഷനിലേക്ക് പോകുന്നുണ്ടാവുക. വെലോസിറ്റി ഇങ്ങനെ കൂടുന്നുണ്ട്, ടൈം ഇങ്ങനെ വ്യത്യാസപ്പെടുന്നുണ്ട്. ഒരേ ആക്സലറേഷൻ. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ്. വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഒരേപോലെയാണ്, ഒരേ അളവിലാണ് കൂടി വരുന്നത്. അതാണ് വെലോസിറ്റി ഇങ്ങനെ കൂടുന്നത് എന്തിനനുസരിച്ച്? ടൈമിനനുസരിച്ച് ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ. ഇനി അതന്നെ ഗ്രാഫ് ഇങ്ങനെ ആയാലോ? ഗ്രാഫ് ഇങ്ങനെ ആയാലും മാറി. കാരണം വെലോസിറ്റി മാറുന്നുണ്ട് ടൈമിനനുസരിച്ച്, പക്ഷെ ഒരേപോലെ അല്ല മാറുന്നത്. ചിലപ്പോൾ കൂടുന്നുണ്ട്, ചിലപ്പോൾ കുറയുണ്ട്. അപ്പൊ അത് യൂണിഫോം ആക്സലറേഷൻ അല്ല, അത് നോൺ യൂണിഫോം മോഷൻ ആണ്. എന്താണ്? നോൺ യൂണിഫോം ആക്സലറേഷൻ ആണ്. യൂണിഫോം അല്ല അവിടെ ആക്സലറേഷൻ. ക്ലിയർ? അതേപോലെ തന്നെയാണ് ഇതിലും. ഇതും മൂവ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ നോൺ യൂണിഫോം മോഷൻ എന്നാ പറയാ. നോൺ യൂണിഫോം മോഷൻ, നോൺ യൂണിഫോം മോഷൻ, യൂണിഫോം ആയിട്ടല്ല പോണത്. റൈറ്റ്? സോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സോ ഇങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുള്ളത്. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് അടുത്ത് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2.5 മാർക്കിന്റെ ഒരു ഡെറിവേഷൻ. 2.5 മാർക്കിന്റെ ഒരു ഡെറിവേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. 2.5 മാർക്ക് ഡെറിവേഷൻ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യുക. അപ്പൊ ഏതാ ഇക്വേഷൻസ് ഓഫ് മോഷൻ? അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. V = u + at, S = ut + ½ at², അല്ലെ? v² = u² + 2as. ഈ 3 ഇക്വേഷനെ ന്യൂട്ടന്റെ കൈനമാറ്റിക് ഇക്വേഷൻസ് എന്നോ അല്ലെങ്കിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്നോ അറിയപ്പെടും. ഈ 3 ഇക്വേഷൻ നമ്മൾ എന്തിന്ന് ഡിറൈവ് ചെയ്യാൻ പോവാ? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പോവാ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് വരയ്ക്കണം? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം. അത്രയേ ഉള്ളൂ. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം. y ആക്സിൽ വെലോസിറ്റി എടുത്തു, x ആക്സിൽ ടൈം എടുത്തു, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു. ഇത്രയുള്ള സംഭവം ക്ലിയർ ആണെന്ന് വിചാരിക്കണം. വരച്ചത് കുറച്ച് വളർന്നിട്ടുണ്ട് അല്ലേ? ആക്സിസ് ഒക്കെ. അതൊന്ന് ഞാൻ കറക്റ്റ് ചെയ്ത് വരയ്ക്കാം. ചിത്രം വരയ്ക്കാൻ ഞാൻ വളരെ മോശമാണ്, അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കി ക്ലിയർ ആക്കി വരയ്ക്കുക. ഏച്ച് കൂട്ടിയാൽ മുഴച്ചിരിക്കും അല്ലേ? ഓക്കെ ഫൈൻ. ശരി, ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വരച്ചു കേട്ടോ. ഇവിടെ y ആക്സിൽ വെലോസിറ്റി, x ആക്സിൽ ടൈം. ഇതിൽ നിന്ന് എങ്ങനെയാണ് ആദ്യത്തെ v = u + at ഡിറൈവ് ചെയ്യുക? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നേരിട്ട് ഇക്വേഷൻ വെച്ച് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബേസിക് ഇക്വേഷൻസ്. അത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നോക്കൂ എങ്ങനെ ഡിറൈവ് ചെയ്യുക? ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾ ആക്സിലറേഷൻ കണ്ടുപിടിച്ചാൽ മതി, അഥവാ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. ഒന്നാമത്തെ ഇക്വേഷൻ ആണ് v = u + at എന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യാണ്, അഥവാ വെലോസിറ്റി ടൈം റിലേഷൻ ഡിറൈവ് ചെയ്യാണ്. നോക്കൂ, ഒന്നാമത്തെ കാര്യം എന്താ ചെയ്യേണ്ടത്? ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾ സ്ലോപ്പ് കണ്ടുപിടിക്കുക. സോ ഇനീഷ്യൽ വെലോസിറ്റി, തുടങ്ങുന്ന വെലോസിറ്റി നമുക്ക് v1 എന്നോ u എന്നോ കൊടുക്കാം. നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുള്ളത് u എന്നാണ് അല്ലെ? ഇനീഷ്യൽ വെലോസിറ്റി u എന്നല്ലേ, അതുകൊണ്ടാണ് ഞാൻ u എന്ന് കൊടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് v1 എന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഫൈനൽ വെലോസിറ്റി, അവസാനത്തെ വെലോസിറ്റി നമ്മൾ എന്താ പറയുക? അത് നമ്മൾ v തന്നെയാണ് കൊടുക്കുക. അങ്ങനെയല്ലേ നമ്മൾ ഇതുവരെയും പഠിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അതേ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ഇനീഷ്യൽ വെലോസിറ്റി, അത് ഫൈനൽ വെലോസിറ്റി. ഓക്കെ, തുടങ്ങുന്ന പോയിന്റ് 0, പിന്നെയോ ഇതാ ഇപ്പോ അവസാനിക്കുന്ന സമയത്ത് ടൈം t. ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇനി എന്താ വേണ്ടത്? ഈ ഗ്രാഫിൽ നിന്ന് ആക്സിലറേഷൻ കാണണം. എങ്ങനെയാ ഗ്രാഫിൽ നിന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കുക? നോക്കൂ, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താ? സ്ലോപ്പ് കണ്ടാ പോരെ? അപ്പൊ ഒന്ന് സ്ലോപ്പ് എടുത്ത് നോക്കിയേ. സ്ലോപ്പ് എടുത്താൽ എന്താ കിട്ടുക? സ്ലോപ്പിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതല്ലേ? y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 അല്ലെ? എന്താ? ആക്സിസിന്റെ ബേസിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ y2 അഥവാ v. ഇതാണ് ഇവിടുത്തെ y1. y ആക്സിസ് അല്ലേ ഇത്? y ആക്സിസ് ആയതുകൊണ്ട് അപ്പൊ y1 എന്ന് പറയുന്നത് u ഉം y2 എന്ന് പറയുന്നത് v ഉം ആണ്. സോ y2 - y1 എന്താ വരിക?
വി മൈനസ് യു ആണ് വരിക അല്ലെ, വി മൈനസ് യു. അതേപോലെ എക്സ് ആക്സിൽ x1 0 തുടങ്ങുന്നത് 0, x2 t ആണ്. സോ x2 മൈനസ് x1 എന്താണ് വരിക? x2 മൈനസ് x1 t മൈനസ് 0. ഇങ്ങനെ സ്ലോപ്പ് കണ്ടാൽ എന്താ കിട്ടുക? സ്ലോപ്പ് കണ്ടാൽ ആക്സിലറേഷൻ ആണ് കിട്ടുക അല്ലെ. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ y ആക്സിലുള്ള ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ x ആക്സിലുള്ള ക്വാണ്ടിറ്റി ആണ് കിട്ടുക. y ആക്സിലുള്ള ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ x ആക്സിലുള്ള ക്വാണ്ടിറ്റി അഥവാ വെലോസിറ്റി ബൈ ടൈം ആണ് കിട്ടുക. അത് ആക്സിലറേഷൻ ആണ്, ആക്സിലറേഷൻ. നോക്കിയേ, സിമ്പിൾ അല്ലേ? അതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ആയി. a ഈക്വൽ ടു v മൈനസ് യു ഡിവൈഡഡ് ബൈ ടി അഥവാ v മൈനസ് യു ഈക്വൽ ടു എ ടി അഥവാ v ഈക്വൽ ടു യു പ്ലസ് എ ടി. സോ ഫസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. എവിടുന്ന്? ഗ്രാഫിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇനിയും ചോദിക്കും, ഒരു 2.5 മാർക്കിന്റെ ചോദ്യമായിട്ട് തന്നെ ചോദിക്കാം. എന്ത് സിമ്പിൾ ആണ് ചെയ്യാൻ നോക്കൂ. നമ്മൾ നേരത്തെ ഡെറിവേഷൻസ് പഠിച്ചത് ഇത് കുറച്ചുകൂടി എളുപ്പമാവാൻ കൂടി വേണ്ടിയിട്ടാണ്. ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, 100% ഉറപ്പായിട്ടുള്ള ചോദ്യമാണ്. ഇപ്പൊ ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന ഈ പാഠഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് 2.5-3 മാർക്ക്, 3 മാർക്കിനെ പ്രതീക്ഷിച്ചോളൂ, എന്തായാലും കിട്ടിയിരിക്കും. സോ എന്തായാലും പഠിക്കണം. കാരണം നമ്മളെ ഈ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിന് മിനിമം 5 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. മനസ്സിലായോ? പബ്ലിക് എക്സാമിന് 5 മാർക്കിന്റെ ചോദ്യങ്ങൾ ചോദിക്കാം. മനസ്സിലായോ? ഒരു മാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. അപ്പൊ 6 മാർക്കിന്റെ ആവാം. മനസ്സിലായില്ലേ? 5 മാർക്ക് എന്തായാലും കിട്ടാറുണ്ട് സാധാരണ. 5 മാർക്കുള്ള 4.5 എന്നോട് പറയുക സാറേ 5 മാർക്ക് തൊട്ട് 1/2 മാർക്ക് പോയി എന്ന് പറയരുത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. അപ്പോൾ ഏകദേശ വെയിറ്റേജ് ആണ് നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ? സോ അതിൽ 3 മാർക്കും 2.5-3 മാർക്കും ഈ ഏരിയയിൽ നിന്ന് തന്നെയാണ് വരിക. ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞേ അപ്പൊ രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് വരെ. രണ്ടാമത്തെ ഇക്വേഷൻ ഏതാണ്? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇത് കാണാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണല്ലോ നമ്മുടെ ഗ്രാഫ്, ഇതല്ലേ നമ്മുടെ ഗ്രാഫ്. ആ ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ മതി. താഴേക്കുള്ള ഏതാണ്? താഴേക്കുള്ള ഏരിയ ഈ ഏരിയ കാണണം. ടോട്ടൽ ഏരിയ കാണണം. ഈ ടോട്ടൽ ഏരിയ കണ്ടാൽ ചതുരാണെങ്കിൽ എനിക്ക് അങ്ങനെ കാണായിരുന്നു, ട്രയാങ്കിൾ ആണെങ്കിൽ എനിക്ക് അങ്ങനെ കാണായിരുന്നു അല്ലെ. വേറെ ഏതെങ്കിലും എനിക്ക് അറിയുന്ന ജോമെട്രി ആണെങ്കിൽ ഏരിയ കാണാൻ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. സോ ഞാൻ അങ്ങനെ എളുപ്പമാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഈ ഷേപ്പിനെ ഞാൻ 2 ആക്കി തിരിക്കുകയാണ്. എന്താക്കുകയാണ്? ഒരു ചതുരും ഒരു ട്രയാങ്കിളും ആക്കി തിരിക്കുകയാണ്. ചെയ്തൂടെ? ഒരു റെക്ടാങ്കിളും ഒരു ട്രയാങ്കിളും, ഒരു റെക്ടാങ്കിളും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും. മനസ്സിലായല്ലോ? അപ്പൊ റെക്ടാങ്കിൾ ഇത് അതാണ്ട് അതിന്റെ ഏരിയ കാണാം, ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണാം. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. സോ ഇത് കാണാൻ വേണ്ടി നമുക്ക് എന്താ വേണ്ടത്? ഏരിയ കണ്ടാൽ മതി. ഏരിയ കണ്ടാൽ എന്താ കിട്ടുക? ഒരു ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ നമുക്ക് എന്താ കിട്ടുക? y ആക്സിലുള്ള ക്വാണ്ടിറ്റി ഇൻറ്റു എക്സ് ആക്സിലുള്ള ക്വാണ്ടിറ്റിയാണ് കിട്ടുക. എന്താണ് y ആക്സിലുള്ള ക്വാണ്ടിറ്റി? വെലോസിറ്റിയാണ്. എക്സ് ആക്സിലുള്ള ക്വാണ്ടിറ്റി എന്താണ്? ടൈമാണ്. സോ നമുക്ക് എന്ത് പറയാം? വെലോസിറ്റി ഇൻറ്റു ടൈം കിട്ടും. വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. സോ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്? എസ് എന്നാണ്. സോ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ചെയ്യുന്നത് നോക്കുക. എസ് ഈക്വൽ ടു ഏരിയ ആണ് എടുക്കുന്നത്. ഏരിയ എടുക്കുമ്പോൾ എന്താണ്? ഏരിയ ഓഫ് റെക്ടാങ്കിൾ, ഏരിയ ഓഫ് റെക്ടാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ. റൈറ്റ്? ട്രയാങ്കിൾ ഇത്രയേ ഉള്ളൂ. ഏരിയ ഓഫ് റെക്ടാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. മനസ്സിലായോ? റെക്ടാങ്കിളിന്റെ ഏരിയ എല്ലാവർക്കും അറിയാം. നീളം ഗുണിക്കണം വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ദാറ്റ്സ് ഓൾ. റൈറ്റ്? സോ ഈ റെക്ടാങ്കിളിന്റെ നീളം ഏതാണ്? ടി. വീതി ഏതാണ്? യു. ടി ഇൻറ്റു യു അഥവാ യു ഇൻറ്റു ടി, യു ടി. ഫസ്റ്റ് പാർട്ട് കിട്ടി. ഏരിയ ഓഫ് റെക്ടാങ്കിൾ കിട്ടി. ഇനിയോ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു ബി ബേസ് എന്താണ്? ഈ ലെങ്ത് അല്ലേ? ഈ ലെങ്ത് അല്ലേ ഇത്? ടി. അപ്പൊ ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു എച്ച്. ഇതല്ലേ എച്ച്? ഇതാണ് എച്ച്. ഇതാ ഇവിടെ ഇത് യുവും ഇത് വി യു ആണെങ്കിൽ ഈ ഹൈറ്റും സെയിം അല്ലേ? സോ എന്തായിരിക്കും വരിക? വി മൈനസ് യു അല്ലേ വരിക? സോ നോക്കൂ, വി മൈനസ് യു ആണ് വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഈ ഹൈറ്റും സെയിം ആണ്. ഇത് വി മൈനസ് യു ആണ്. കോർഡിനേറ്റ്സ് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും. റൈറ്റ്? സിമ്പിൾ അല്ലേ? നമ്മൾ ഈ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. വി മൈനസ് യു ഈക്വൽ ടു എ ടി. വി മൈനസ് യു എന്താണ്? എ ടി അല്ലേ? സോ വി മൈനസ് യുവിന് പകരം നമുക്ക് എ ടി എന്ന് കൊടുക്കാം. നമ്മുടെ ഇക്വേഷൻ എന്തായി നോക്കൂ? യു ടി പ്ലസ് ഹാഫ്, യു ടി പ്ലസ് 1/2 ഹാഫ് ടി ഇൻറ്റു എ ടി അഥവാ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അഥവാ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. രണ്ടാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. കുറേ പ്രാവശ്യം ചോദിച്ച ചോദ്യം കേട്ടോ. അത് ഒരുപാട് തവണ മിക്കവാറും ഇതേ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. 2.5 മാർക്കിന്.
ഓക്കെ, സോ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തു. ഇക്വേഷൻസ് ഓഫ് മോഷനിലെ രണ്ട് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തു. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ കിടക്കുന്നുണ്ട്. പക്ഷെ ഇനി ഗ്രാഫിൽ നിന്ന് പുതുതായിട്ടൊന്നും കണ്ടുപിടിക്കാൻ കാണാനില്ല അല്ലെ. നമുക്കൊരു ഗ്രാഫിൽ നിന്ന് ആകെ 3 കാര്യങ്ങളല്ലേ കിട്ടുള്ളൂ. ഒന്ന്, അവ തമ്മിലുള്ള റിലേഷൻ കിട്ടും, വെലോസിറ്റിയും ടൈമും. 2, അതിന്റെ സ്ലോപ്പ് കാണാൻ പറ്റും, ഓൾറെഡി കണ്ടു കഴിഞ്ഞു. 3, അതിന്റെ ഏരിയ കാണാൻ പറ്റും, ഏരിയയും കണ്ടു കഴിഞ്ഞു. ഇനി എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ v² = u² + 2as കാണാ? വളരെ സിമ്പിൾ ആണ്, പുതുതായിട്ടൊന്നും കാണാനില്ല. ഇത് തന്നെയാണ് ആ ഡെറിവേഷൻ. ഇതുവരെയും സെയിം ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. എന്താ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോണത്? v² = u² + 2as എന്ന ഇക്വേഷൻ ആണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ അതിന്റെ ഫസ്റ്റ് പാർട്ട് ഇത് തന്നെയാണെന്നാ പറഞ്ഞത്. ഫസ്റ്റ് പാർട്ട് ഇത് തന്നെയാണ്. v = u + at വരെ സെയിം ആണ്. അത് കഴിഞ്ഞ് ഈ കിട്ടിയ വാല്യൂ ഉണ്ടല്ലോ, ഇതെങ്ങനെ കിട്ടിയെന്ന് എല്ലാവർക്കും അറിയില്ലേ? ആക്സലറേഷൻ കണ്ടാൽ മതി, സ്ലോപ്പ് കണ്ടാൽ മതി, ഇത് കിട്ടും. ഈ കിട്ടിയ ഇക്വേഷൻ ഒന്ന് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്ത് കുഴപ്പമില്ലല്ലോ, രണ്ട് ഭാഗത്തും ഒരു ഇക്വേഷന്റെ രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്താൽ ഇക്വേഷൻ യാതൊരു മാറ്റം ഉണ്ടാവില്ല. സോ v = u + at നെ രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്താൽ, ഇടത് ഭാഗം സ്ക്വയർ ചെയ്താൽ v² എന്ന് കിട്ടും. u + at നെ ഹോൾ സ്ക്വയർ അല്ലെ, a + b ഹോൾ സ്ക്വയർ അറിയുന്ന ഒരു കുട്ടിക്ക് അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. എന്താ വരിക പറയൂ? u² + 2uat + a² t². റൈറ്റ്, ശരിയല്ലേ? a² t². ഈ 3 ഇക്വേഷൻസ് ഞാനൊന്ന് മായ്ക്കുകയാണ്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്താണെന്ന് അറിയാത്തവരൊന്നും ആരുമില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുമാണ്, ഓർമ്മിപ്പിക്കാൻ വേണ്ടി എഴുതിയതാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ നോക്കൂ, ഇനി അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ v² = u² + 2as ആയി. നോക്കിക്കോളൂ, v² ആയിട്ട് കിടന്നോട്ടെ, u² അവസ്ഥ u² ആയിട്ട് അവിടെ കിടന്നോട്ടെ. അപ്പൊ നമുക്കറിയാം ഇതിന് as ആണ് കിട്ടേണ്ടി വരിക. അപ്പൊ ഇന്ന് 2as ആണ് അല്ലെ, u² + 2as. v² ഇവിടെ ഉണ്ട് ലെഫ്റ്റില്, u² + 2as ആണ് കിട്ടേണ്ടി വരിക. അപ്പൊ 2a ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. 2a ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്താൽ ഇതവിടെ ബാക്കി എന്താ ഉണ്ടാവുക? ut ഉണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി, s = ut + ½ at². അപ്പൊ ut + ½ at² ആയിരിക്കും മിക്കവാറും ഇത്. ഇനി ഒന്ന് നോക്ക്, ശരിയാവുണ്ടോന്ന് നോക്കാലോ അല്ലെ. 2a × ½ at² ഒന്ന് നോക്കിയേ. 2 get cancel, 2/2 ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്താ ഉണ്ടാവുക? a × a² t². കറക്റ്റ് അല്ലേ? അപ്പൊ ½ at² അല്ലേ? ശരിയല്ലേ? അപ്പൊ നമുക്ക് കിട്ടിയില്ലേ? ആൻസർ ആയില്ലേ? എന്തായി? u² + 2as. v² = u² + 2as. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് ഇപ്പൊ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. 3 ഡെറിവേഷൻസ് ആണ്. ഏതാണ്? ഒന്ന് v = u + at യുടെ ഇക്വേഷന്റെ ഡെറിവേഷൻ, മറ്റൊന്ന് s = ut + ½ at² ഡെറിവേഷൻ, മൂന്നാമത്തെ v² = u² + 2as ന്റെ ഡെറിവേഷൻ. എവിടുന്ന്? ഗ്രാഫിൽ നിന്ന്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഉപയോഗം എന്താ? വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ തരാൻ പറ്റും. പിന്നെ അതിന്റെ സ്ലോപ്പ് കാണാൻ പറ്റും. സ്ലോപ്പ് കണ്ടാൽ വെലോസിറ്റി ബൈ ടൈം ആക്സിലറേഷൻ കിട്ടും. പിന്നെ അതിന്റെ ഏരിയ കാണാൻ പറ്റും. അപ്പൊ വെലോസിറ്റി ഇൻടു ടൈം ഡിസ്പ്ലേസ്മെന്റും കിട്ടും. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തപ്പോൾ v = u + at ഡിറൈവ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ സ്ലോപ്പ് കണ്ടു. അപ്പോ ആക്സിലറേഷന്റെ ഇക്വേഷൻ കിട്ടി അല്ലെ. ആക്സിലറേഷന്റെ ഇക്വേഷൻ കിട്ടി. അത് നമുക്ക് v = u + at കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തപ്പോൾ s = ut + ½ at² ഡിറൈവ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? അതിന്റെ ഏരിയ കണ്ടു താഴേക്കുള്ള. കാരണം ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് എന്താ വേണ്ടതെന്നുള്ളതനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് ആണ് വേണ്ടത്. ഇവിടെ ആക്സിലറേഷൻ ആണ് വേണ്ടത്. ആക്സിലറേഷൻ വേണമെങ്കിൽ സ്ലോപ്പ് കണ്ടാലേ ആക്സിലറേഷൻ കിട്ടുള്ളൂ, ഏരിയ കണ്ടാലേ ഡിസ്പ്ലേസ്മെന്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത് എടുക്കുന്നത്. മനസ്സിലായോ? മൂന്നാമത്തെ ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒന്നാമത്തെ ഡെറിവേഷൻ തന്നെ റിപ്പീറ്റ് ചെയ്യുക. കാരണം ഇതിന്റെ സ്ലോപ്പ് കാണുക, ഗ്രാഫിൽ നിന്ന് സ്ലോപ്പ് കാണുക, v = u + at വരെ സെയിം ചെയ്യുക. എന്നിട്ട് അതിനെ ജസ്റ്റ് സ്ക്വയർ ചെയ്യുക. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ v² = u² + 2as ആയി. കുട്ടികളെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ് അത്. പക്ഷെ വളരെ ഇമ്പോർട്ടന്റുമാണ്. ഒരുപാട് മാർക്കിന്റെ ചോദ്യം, സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം. മനസ്സിലായല്ലോ? ഇത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. 100% ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. 2.5 മുതൽ 3 മാർക്ക് വരെ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പഠിപ്പിച്ച പാഠഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ പറയുക. കുറച്ച് ലേറ്റ് ആയി ഞാൻ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, സോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, സീ യു, ബൈ.